ഹായ്, ശരത്താണ്. വിൻറ്റേജ് കോഫിയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്ഡേറ്റിൽ ക്യാപെക്സിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷേ നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് മാനേജ്മെന്റ് സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വിൻറ്റേജ് കോഫി അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അവർക്ക് ഏകദേശം 6500 മെട്രിക് ടണ്ണിന്റെ കപ്പാസിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അവർ ഈ ഒരു ക്വാർട്ടറിൽ Q4 കൊണ്ട് തന്നെ അവരുടെ കപ്പാസിറ്റി ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ട് ഏകദേശം 11,000 മെട്രിക് ടൺ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കമ്മീഷനിങ് 23-ാം തീയതി, അതായത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിന്റെ അപ്ഡേറ്റ് വന്നതാണ്. അവരുടെ ഇപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി ഇപ്പോൾ 11,000 മെട്രിക് ടൺ ആണ്. അവർ അടുത്ത വർഷത്തേക്ക്, അതായത് അടുത്ത 1 ഇയറിനുള്ളിൽ അത് ഏകദേശം 16,000 മെട്രിക് ടണ്ണിലേക്ക് കൂട്ടുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ റിസൾട്ട് സമയത്ത് സംസാരിച്ചാണ്. അപ്പോൾ ഇത് ഓൾറെഡി അവർ Q4 കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് 23-ാം തീയതി തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പ്രൊഡക്ഷനും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രയൽ റൺ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് ഓൾറെഡി നേരത്തെ തന്നെ. Q3 റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ അവർ ഈ 6,500 മെട്രിക് ടൺ 100% യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മാനേജ്മെന്റ് ആ സമയത്ത് തന്നെ പറഞ്ഞാണ് പുതിയ കപ്പാസിറ്റി വരേണ്ട ഒരു താമസമുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് 100% യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ. ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. എന്നാൽ പോലും നമുക്കൊരു 1-2 മാസം കൊണ്ട് തന്നെ Q1 തന്നെ അവർ ഈ പറഞ്ഞ പുതിയ കപ്പാസിറ്റിയും കൂടെ 100% യൂട്ടിലൈസേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള 6,500 മെട്രിക് ടണ്ണിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ 11,000 മെട്രിക് ടണ്ണായിട്ട് കൂടാനായിട്ട് പോവുകയാണ്. ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തം അവർക്കിത് ഈ പറഞ്ഞ പുതിയ കപ്പാസിറ്റിയുടെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം 60-70% കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ 50% മുകളിൽ തന്നെ അവർക്ക് ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനേക്കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പറഞ്ഞ അപ്ഡേറ്റിലുള്ളത് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് കൃത്യമായിട്ട് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വാറിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് അവരുടെ ബിസിനസ്സിനെ ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ. അതിൽ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ഇവരുടെ സപ്ലൈ ചെയിനെ യാതൊരു രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇവരിപ്പോൾ വിൻറ്റേജ് കോഫിയാണ്, അവർ കോഫി പൗഡറാണ് മെയിനായിട്ട് മേക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഇവരുടെ റോ മെറ്റീരിയലിന്റെ കാര്യങ്ങളിലൊന്നും യാതൊരു രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവരുടെ ഡിമാൻഡിലും യാതൊരു കുറവും വന്നിട്ടില്ല. ഡിമാൻഡ് അതുപോലെ തന്നെയുണ്ട്. അതേപോലെ അവരുടെ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നതാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന ഫിനാൻഷ്യൽ ഇയർ 27-ലും 28-ലും ഒക്കെ ഉള്ള അവരുടെ പ്ലാൻ എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് കമ്പനി മൂവ് ചെയ്തെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അപ്ഡേറ്റിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർ യാതൊരു രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇത്രയും ക്രാഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല സ്റ്റോക്കുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് വിൻറ്റേജ് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി താല്പര്യമുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ കമ്പനി സ്റ്റഡി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നല്ലൊരു കമ്പനി തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ് ഈ കമ്പനിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് മാത്രം തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.